بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ആനുകാലികമായ പല സങ്കീർണ പ്രശ്നങ്ങളെയും ചർച്ചയാക്കുന്ന പോലെ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിന്റെ കുത്തെഴിഞ്ഞ ജീവിത ശൈലികളെ സജീവമായി മീഡിയകൾ ചർച്ചയാക്കുന്ന പലതിനെയും നമ്മൾ കാണാറുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കും അത് തള്ളിക്കളയാൻ ആവുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉമ്മറത്ത് വന്ന് കിടക്കുന്ന പത്രത്തിന്റെ ആദ്യ പേജ് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത്, വളർന്നു വരുന്ന മക്കളുള്ള വീട്ടിൽ എങ്ങനെ ഈ പത്രം ഇടൽ സംഭവിക്കും എന്നതാണ്. കാരണം സംസ്കാരശൂന്യമായ ചിത്രീകരണങ്ങൾ പത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കൊച്ചുമക്കൾ കണ്ടാൽ നമ്മൾ കണ്ണുപൊത്തുന്ന വിധത്തിലുള്ള പരസ്യ പ്രദർശനങ്ങൾ. വളരെ മോശമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അതിനെയാണോ പരിഷ്കാരം എന്ന് പറയാം? ഇതാണോ പുരോഗമനം എന്ന് പറയാം? പരിശുദ്ധമായ ഒരു സദസ്സിൽ, പവിത്രമായ ഒരു സമയത്തിൽ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കേണ്ടി വന്നതിൽ ഏറെ ഖേദമുണ്ട്. വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ചാനലുകളുടെ ആഘോഷങ്ങൾ സാധാരണക്കാരന്റെ വർത്തമാനങ്ങളിൽ വല്ലാതെ നിഴലിച്ചും മുഴച്ചും കാണുന്നുണ്ട്. നമ്മുടെ ചർച്ച അല്ല അത്. എന്നാലും എല്ലാത്തിനും അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സാന്ദർഭികതയുണ്ട്. ഒരു സന്ദർഭത്തിൽ ഇസ്ലാം ഒരു മനുഷ്യനിൽ ഇടപെടുന്നതിന്റെ സജീവമായ സാന്നിധ്യങ്ങൾ എമ്പാടും കാണുന്നുണ്ട്. അങ്ങനെ ഉള്ളോടത്താവട്ടെ നമ്മുടെ ചർച്ചകൾ. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മീഡിയകളിൽ വലിയ ചർച്ചയായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഹഫീസ് അഹമ്മദ് ഭാട്ടി എന്ന മുസ്ലിം സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യ ഖാലിദ ഹഫീസ് എന്ന് പറയുന്ന സഹോദരി. ഓസ്ട്രേലിയയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. സിഡ്നിയിലെ വിമാനത്താവളത്തിലേക്ക് ട്രെയിൻ വഴി ഈ ഭാര്യ ഭർത്താക്കന്മാർ വരുമ്പോൾ ആരുടെയും നിർബന്ധിതയുടെയോ പേരിലോ പ്രേരണയുടെ പേരിലോ അല്ലാതെ തന്റെ സൗന്ദര്യത്തെ സൂക്ഷിക്കാൻ ആ സഹോദരി വസ്ത്രം ധരിച്ചതിനെ പുച്ഛിച്ചുകൊണ്ട് സഹയാത്രികരായ ട്രെയിൻ യാത്രികർ വല്ലാതെ പരിഹസിച്ചു. അവരെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊന്നും പറയുന്നില്ല. കാരണം അവരുടെ ഈമാൻ അല്ലാഹു അത്ര ശക്തിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേസി ഈഡൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു പെൺകുട്ടി തത്സമയം ആ ദൃശ്യങ്ങളെ ക്യാമറയിൽ പകർത്തി, മൊബൈലിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. 10,000-കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഒരു സജീവ ചർച്ചയായിരുന്നു. മറ്റൊന്നുമല്ല, മതവും പുരുഷ മേധാവിത്വവും പെണ്ണിന് വസ്ത്രം നിശ്ചയിക്കുന്നു എന്നതായിരുന്നു അതിന്റെ മുഴുവൻ, അതിന്റെ ടോട്ടൽ കണ്ടന്റ് അതായിരുന്നു. ഒരു ഇസ്ലാമിക വേഷത്തെ പുച്ഛിച്ചുകൊണ്ട് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ മീഡിയകൾ അരങ്ങ് തകർത്തതിനെ ഏറ്റുപിടിച്ചു മലയാള നാട്.
ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഈ സമീപകാലങ്ങളിലാണ്. അതിനെ ചൂട്ടുപിടിച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന്റെ ഒരു അരോചകവും അതിന്റെ ഒരു അസ്വസ്ഥതയും ബോധമുള്ള മനുഷ്യനെ തിരിയും. ആണും പെണ്ണും ഒരു വസ്ത്രം ധരിച്ചേ കലാലയത്തിന്റെ അകത്ത് എത്താവൂ എന്നൊരവസ്ഥ. നമ്മളൊക്കെ അതിലേക്ക് നിർബന്ധിതരാവാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഹിജറ പോവൽ നമുക്ക് നിർബന്ധമാക്കിയത് ഇസ്ലാമിക സാഹചര്യങ്ങൾ പറ്റാതെ വരുന്നോടത്താണ്. അങ്ങനെയെങ്കിൽ കലാലയങ്ങളുടെ മഹത്വം പറഞ്ഞു നിൽക്കാതെ ആ വിഷയത്തിൽ നമുക്കൊരു ഹിജറ ആവശ്യമാണ്. ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ അനുവദിക്കുന്ന കലാലയങ്ങൾ എമ്പാടുമുണ്ടല്ലോ. അതേക്കുറിച്ച് ആലോചിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുമല്ലോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നുള്ളതൊന്നും ഒരു പുതിയ ഡയലോഗ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് പരിസരത്തെ ഇന്ന് നാം കാണുന്ന ജീർണിച്ച അവസ്ഥ? വ്യഭിചാരത്തിന്റെ പച്ചയായ സാഹചര്യങ്ങൾ ഒന്നിനു പുറമെ ഒന്ന് വരുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? മുല്ലപ്പെരിയാർ തകരും എന്ന ചർച്ചയുടെ കാലോ? അങ്ങനെയാണോ? അല്ല, നമ്മൾ നിൽക്കുന്ന കാലം ഖിയാമത്ത് നാളിന്റെ ചോട്ടിലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവസാന കാലം എന്നതിന് പറയും, അവസാനിക്കുന്നതിന് മുമ്പുള്ള കാലം. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആർണൽഡ് ബൂത്രോയിഡ് 25 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂമിയുടെ ആയുസ് ശുഷ്കമാണ് എന്ന്. അദ്ദേഹം പറഞ്ഞ ഭൗതിക കാരണങ്ങളും അദ്ദേഹം പറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന നിശബ്ദമായി കിടക്കുന്ന ന്യൂക്ലിയർ ബോംബ് സ്ഫോടനങ്ങളും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് നാം കാണുന്ന ഒരു സാമൂഹികമായ തകർച്ച, സംസ്കാരത്തിന്റെ തകർച്ച. പുരോഗമിക്കുന്ന മനുഷ്യനിലും സാംസ്കാരിക ചിന്തയുടെ പൈതൃക സ്വഭാവമില്ലാതെ അത് നഷ്ടപ്പെട്ട് മനുഷ്യൻ മൃഗമാകുന്നു എന്ന് പറയുന്ന അവസ്ഥ. മൃഗത്തിന്റെ ലൈംഗികതയിൽ പോലും ഒരു സ്വകാര്യത അവർ കണ്ടെത്താറുണ്ട്. പാമ്പുകൾ ഇണചേരാൻ കാട്ടിലേക്കാ പോവാറ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരം സാർവത്രികമാകുമ്പോൾ റോഡിൽ നിന്നൊന്നും മാറടോ എന്ന് പറയാൻ മാന്യൻ വാക്കുകൾക്ക് പിശുക്ക് കാണിക്കുന്ന ഒരു കാലം വരെ എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലും പറയാൻ ലജ്ജിച്ചു പോകും. അത്രത്തോളം വഴിയോരങ്ങളിൽ സജീവമായി വ്യഭിചാരത്തിന്റെ സാധ്യതകളെ മനുഷ്യൻ വിലപേശി വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളടത്ത് ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുന്ന സമൂഹത്തോട് പറയാ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രധാന അടയാളം വ്യഭിചാരം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത് പാശ്ചാത്യ ലോകത്തേക്ക് ചിന്തിക്കണ്ട, ഇത് നമ്മുടെ ചുറ്റുപാടിലും ചിന്തിക്കണം. അത്രത്തോളം അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ വശംവദരായി പോകാതെ നമ്മയും നമ്മുടെ കുടുംബത്തെയും അവിടെയാണ് സിനിമ പ്രചോദനമായി വരുന്നത്. എന്ത് ഖൈറാ ഇപ്പൊ അതിലുള്ളത്? സിനിമ ഹറാമാണ് എന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര മസ്അല മുസ്ലിമിന്റെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതിന്റെ പ്രധാന കാരണവും കണ്ടന്റും ഒരു സത്യവിശ്വാസിയുടെ സമയത്തെ അനാവശ്യമായി കളയുന്നു എന്നതാണ്. ഒരു നല്ല ചിന്ത അതിൽ കിട്ടുന്നുണ്ടോ? മദ്യപാനത്തിന്റെ ചിത്രീകരണം ഇല്ലാതെ ഒരു സിനിമ ഇക്കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ വന്നിട്ടില്ല എന്ന് സിനിമ കാണാത്ത ഒരാൾ പറഞ്ഞാൽ കാണുന്നവർക്ക് അത് വിലയിരുത്താൻ ഏറെ എളുപ്പമാണ്. വ്യഭിചാരത്തെ ഒരു സാധാരണ സംഭവമായി അവതരിപ്പിക്കാത്ത ഒരു സിനിമ ഈ 10 കൊല്ലത്തിനുള്ളിൽ വന്നിട്ടില്ല എന്ന് ഒരു കാണാത്ത ആള് പറഞ്ഞാൽ അത് കാണുന്നവർക്ക് വിലയിരുത്താൻ എളുപ്പമാണ്. പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് ഇത്തരത്തിലുള്ള ഗൗരവമേറിയ കാര്യത്തെ ലളിതമായ ലാഘവത്തിൽ ഇൻജക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ നിശബ്ദമായ വിഷമാണ് സിനിമ എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, റമദാൻ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രഭാഷണത്തെ ആരും പ്രതീക്ഷിക്കുന്നത് TV ഓഫ് ചെയ്യൂ എന്നാണ്. ആ കാലം കഴിഞ്ഞു. എന്തിനാ TV? എന്തിനാ തിയേറ്റർ? അതിന്റെ ഒന്നും ആവശ്യമല്ല. ഒരു മനുഷ്യന് പ്രായഭേദമന്യേ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നത് ആരാണെന്ന് വെച്ചാൽ ഇരുന്ന കസേരന്ന് എഴുന്നേറ്റ് മാറാൻ കഴിയാത്ത വൃദ്ധരായ ആളുകളാണെന്ന് പറഞ്ഞാൽ തെറ്റ് കാണില്ല. പലപ്പോഴും രാത്രിയിലെ വൈകിയുള്ള സഞ്ചാരങ്ങളും പ്രഭാഷണം കഴിഞ്ഞ് നേരം വൈകി വരുമ്പോഴൊക്കെ ആലുവ ടൗണിലും മറ്റുമൊക്കെ നമ്മൾ എത്തുമ്പോൾ ട്രാഫിക്കിൽ പെട്ടുപോകുന്നത് മാതയിൽ നിന്നും മധുരയിൽ നിന്നും സെക്കൻഡ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പർദ്ദയിട്ട സഹോദരിമാരെ റോഡിൽ തടഞ്ഞതിന്റെ പേരിലാണ്.
അവരെ കൊണ്ട് മാറാൻ പറ്റുന്നില്ല. എന്നാൽ അത് അഴിച്ചു വെച്ചിട്ട് പോയിക്കൂടെ? ഒരാളെയും തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും അവന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലും തടയിടാത്ത ഒരു ലോക നിയമവും രാജ്യ നിയമവും ഉള്ളോടത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെ മനുഷ്യൻ മറക്കുന്നു എന്ന് പറയുകയും ആനുകൂല്യങ്ങൾക്കും അവസാനം ചെന്ന് കിടക്കാൻ ആറടി മണ്ണിനും വേണ്ടി ഇസ്ലാമിനെയും മഹല്ല് സംവിധാനങ്ങളെയും ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരമാണോ? മുസ്ലിം എന്ന് പറയുന്നത് അവസാനം വീടിന്റെ വളപ്പിൽ മറവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? മുസ്ലിമായാൽ പള്ളി ശ്മശാന ഭൂമി ഉണ്ട്, അതിനു വേണ്ടിയിട്ടാ ഇസ്ലാം? ദുനിയവിയായ കാര്യങ്ങളിൽ നമുക്ക് ഇസ്ലാം ഇല്ല. ഞാൻ കൂടുതൽ വളച്ചു കെട്ടി പറയുന്നില്ല. സിനിമ കൊണ്ട് ലോകത്തിന് നല്ലത് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നതാണ് നിഷ്പക്ഷമായ ഒരു നിലപാട്. വ്യഭിചാരത്തിന്റെ സാധ്യതകളെ, അതിനുള്ള പ്രചോദനങ്ങളും പ്രേരണകളും എന്റെ സദസ്സ് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. വ്യഭിചാരത്തിന്റെ പച്ചയായ സാധ്യതകളെ മനുഷ്യരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന, അതിന്റെ ഗൗരവത്തെ നിസ്സാര ലാഘവത്തിൽ ലളിതമായി അവതരിപ്പിക്കുന്ന ചിത്രീകരണത്തിന് ആധുനികൻ പറയേണ്ട പേര് സിനിമ എന്നാണ്. സിനിമയിൽ തന്നെ സംസ്കാരം പോയില്ലേ? വളരെ മടിച്ച് ഒരു ആയുസ്സിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ മടിച്ച് കേൾക്കാനും പറയാനും മനുഷ്യൻ അവന്റെ സംസ്കാരം അനുവദിക്കാതെ, അവന്റെ സംസ്കാരം കൂച്ചുവിലങ്ങിട്ട ചില പ്രയോഗങ്ങൾ സാധാരണ വർത്തമാനങ്ങളാക്കി സിനിമയിൽ ഉടനീളം തെറി പറയൽ വളരെ ലളിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ ചിത്രീകരണത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ് ഇന്നത്തെ സിനിമാ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾ തന്നെ വ്യഭിചരിക്കാൻ ഉപയോഗിച്ചു എന്ന് നിർലജ്ജതയോടെ നൃത്തം ചവിട്ടാൻ വേണ്ടി ചാനലിന്റെ മുന്നിൽ ഉളുപ്പില്ലാതെ വന്നു നിൽക്കാനും, സ്വന്തം വൈകാരികമായ ആവശ്യങ്ങൾക്ക് സെക്സ് ടോയ്സ് ഉപയോഗിക്കലാണ് എന്റെ വഴി എന്ന് ബോധമില്ലാതെ വിളിച്ചു പറയാനും അത് കേൾക്കാനും ഒക്കെ വിധിക്കപ്പെട്ടവരായി ഇന്നത്തെ സമൂഹം മാറിയിരിക്കാം. അങ്ങനത്തെ ഒരു ചുറ്റുപാട്. പീഡിപ്പിച്ചു എന്ന് പറയാ എന്നൊരു വാക്ക് അതിന്റെ ഒരു ഫാഷനാണ്. ഞാൻ വ്യഭിചരിക്കാൻ പോയി, എന്റെ കൂടെ വന്ന ആള് ഇന്ന ആളാണ് എന്ന് പറയലായിരുന്നു അതിന്റെ ഭംഗി എന്ന് തോന്നിപ്പോവാണ്. സുദീർഘമാക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ കൃത്യമായി തന്നെ മനുഷ്യവർഗത്തോട് പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം നിങ്ങളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നറിയോ? 6 അപകടങ്ങളാ ഉള്ളത്. ഇസ്ലാം വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. വ്യഭിചാരത്തോട് അടുക്കരുതെന്നാ പറഞ്ഞത്. അതായത് അതിലേക്ക് അടുക്കാൻ സാധ്യതയുള്ള കാര്യകാരണങ്ങളെയും അതിന്റെ ആമുഖങ്ങളെയും കർശന കണിശിത ഭാഷയിൽ അള്ളാന്റെ ദീന് വിലക്കി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വ്യഭിചാരത്തിൽ 6 അപകടങ്ങൾ ഉണ്ടെന്നാണ്. വ്യഭിചാരത്തിലൊക്കെ അത് അവസാനം എത്തിക്കാം. ആദ്യമായി സെക്സ് ഫിലിം ഇവിടെ നിർമ്മിച്ചത് ഇസ്രായേലിലാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെ മനുഷ്യരിൽ ഉണ്ടായിട്ടില്ല. ഫിത്തനകളുടെ കൂമ്പാരം മുഴുവൻ കിടക്കുന്ന ജീർണിച്ച ഒരു സംസ്കാരത്തിന്റെ ഉപാസകരിൽ നിന്ന് തന്നെ ആദ്യത്തെ സെക്ച്വൽ വിഷ്വൽ ഭൂമിയിൽ പിറന്നു എന്നാ പറഞ്ഞത്. വ്യഭിചരിക്കുന്ന മനുഷ്യന് അള്ളാഹു 6 അപകടങ്ങൾ ഇരു ലോകത്തുമായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്, അൻ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മഅ്ശറൽ മുസ്ലിമീൻ ഇയ്യാകും വസ്സിനാ, വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്താ കാരണം? ഫഇന്ന ഫീഹി 6 ഖിസാൽ, വ്യഭിചാരത്തിൽ 6 അപകടമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 ഫിദ്ദുനിയാ, 3 ഭൂമിയിലാ, 3 ആഖിറത്തിലാ. 3 ദുനിയാവിലാ, 3 ആഖിറത്തിലാ. 6 അപകടങ്ങൾ ഒരു വ്യഭിചാരിയായ മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്നതായ 3 ആപത്തുകൾ ഏതാ? ഒന്നാമത്തേത് മുഖത്തിന്റെ ഒരു പ്രകാശമുണ്ട്, മുഖത്തിന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്, മുഖത്ത് കാണുന്നതായ സർവസാധാരണമായ ഒരു സൗന്ദര്യമുണ്ട്, ഒരു കാന്തിയുണ്ട്, ഒരു ശോഭയുണ്ട്. വ്യഭിചാരിയുടെ മുഖത്ത് നിന്നും നിഷ്കളങ്കത അല്ലാഹു എടുത്തു മാറ്റുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ, അവന്റെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും.
രണ്ടാമത്തേത് വ്യഭിചാരിയുടെ ജീവിതത്തിൽ ദവാമുൽ ഫഖ്രി, ആർത്തി കൂടുതലായിരിക്കും. എന്ത് കിട്ടിയാലും അവന് പര്യാപ്തമല്ല. രണ്ടാമത് ഭൂമിയിൽ അവൻ അനുഭവിക്കുന്നത്. മൂന്നാമത്തേത് ഖസ്റുൽ ഉമരി, വ്യഭിചാരിക്ക് ആയുസ് കുറവാണെന്ന് ഖാല റസൂലുള്ളാഹി. വ്യഭിചരിക്കുന്നവന്റെ ആയുസ് അല്ലാഹു ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നെണ്ണം ആഖിറത്തിലാ. ഒന്നാമത്തേത് സഖ്തുല്ലാഹ്, അല്ലാഹുവിന്റെ കോപമാം. രണ്ടാമത്തേത് ഹിസാബ് മോശമാ. മൂന്നാമത്തേത് ശാശ്വതമായ നരകമാ. അല്ലാഹു കാക്കട്ടെ. ഒരു മനുഷ്യന് ഭയന്ന് ജീവിക്കാൻ ഇത് പോരെ. 3 അപകടം ഭൂമിയിലുണ്ട്, 3 അപകടം ആഖിറത്തിലുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഏത് വീട്ടിലാ മേക്കപ്പ് സെറ്റ് ഇല്ലാത്തത്? സൗന്ദര്യ പ്രദർശനത്തെ ഒരു സാധാരണ സംഭവമായി നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ ഒരു ചീഞ്ഞളിഞ്ഞ സംസ്കാരം കടന്നു വന്നത് എവിടെ നിന്നാ? മദ്രസകൾക്ക് കുറവുണ്ടോ? പള്ളികൾക്കും ഖുർആൻ ക്ലാസുകൾക്കും യൂട്യൂബിലും മറ്റും പ്രഭാഷണങ്ങൾക്ക് കുറവുണ്ടോ? എവിടെ കുറവുണ്ടോ? ഉദ്ബോധനങ്ങൾക്ക് കുറവുണ്ടോ? സുബഹി കഴിഞ്ഞ ക്ലാസ്, ഇശാ കഴിഞ്ഞ ക്ലാസ്, എവിടെയാ ഇത് ഫലം കിട്ടുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ സംസ്കാരത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ കാണുന്ന പ്രഘോഷങ്ങളൊക്കെ വെറുതെ. സെക്സിന്റെ അതിര് കവിഞ്ഞ രീതികൾ പാശ്ചാത്യത്തിൽ മാത്രമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എയ്ഡ്സിന്റെ പ്രതിരോധ മാർഗങ്ങളെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുക ലോകാരോഗ്യ സംഘടന. ABC ഫോർമുല പ്രായോഗികമായാൽ എയ്ഡ്സിനെ ഒരു പരിധിവരെ തടയാന്ന ലോകാരോഗ്യ സംഘടന വിഭാവനം ചെയ്യുന്നത്. ഗൂഗിൾ എടുത്തു നോക്കൂ. എയ്ഡ്സ് AIDS എന്ന് പറയുന്ന 4 അക്ഷരത്തെ പ്രതിരോധിക്കാൻ മനുഷ്യന് കഴിയണമെങ്കിൽ ABC ഫോർമുല പ്രായോഗികമാക്കിയ മതി എന്ന ലോകാരോഗ്യ സംഘടന. A for abstain from sexual activities till marriage. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക വീഴ്ചകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുക. ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തേത് be truthful to the real life partner. യഥാർത്ഥ ജീവിത പങ്കാളിയോട് സത്യസന്ധത പുലർത്താം. C പറയേണ്ടതില്ല. C for condom using. ഇങ്ങനെയാ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ. ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന ഒരു പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് പറയാം സിനിമ. ആ അവസ്ഥയിൽ ആരാതിപ്പോ അതിനെ അഡിക്റ്റല്ലാത്ത? സുബഹി നിസ്കരിക്കാൻ വന്ന ഒരു കുട്ടി സ്നേഹ സംഭാഷണങ്ങൾ നടത്തി ആ കൗമാരത്തോട് പറയുന്നതിൽ വല്ലാതെ കടന്നു ചെന്നപ്പോൾ അവന്റെ സ്വകാര്യതയിൽ സുബഹി നിസ്കരിക്കാൻ വരുന്ന കൗമാരക്കാരൻ ഖുർആൻ ഓതുന്ന അത്ഭുതകരമായ കാഴ്ചകളിലും അവന്റെ സ്വലാത്തിന്റെ മധുര ധ്വനികൾ അവന്റെ ചുണ്ടുകളിലൂടെ നിർഗളിക്കുന്നതിലുമൊക്കെ ഒരു കൗതുകം തോന്നി അടുത്തടുത്ത് വന്നപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്ത് ആദ്യം കണ്ടത് അവന്റെ ഡിസ്പ്ലേയിൽ 4-5 ഫിലിമുകളുടെ പ്ലേലിസ്റ്റാ കണ്ടത്. ഞാൻ ചോദിച്ചു, സുബഹി നിസ്കരിക്കാൻ മോനെ, ഇത് നിന്റെ പോക്കറ്റിലുണ്ടായോ? കരഞ്ഞുപോയി. ഇനിയില്ല, അവിടെ വെച്ച് ഡിലീറ്റ് ചെയ്തു. ആ കുഞ്ഞുമോന് അല്ലാഹു കൊടുത്ത ബോധമാണത്. ഇങ്ങനെ പറയാൻ ഏതെല്ലാം ഫോണുകൾ അൺലോക്ക് ചെയ്താൽ എന്തെല്ലാം. ഒരു മനുഷ്യന് ഹൈഡ് ചെയ്യാനുള്ള എല്ലാ വഴികളുണ്ടല്ലോ. എവിടെയാ ഹൈഡ് ചെയ്യുക? ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅഅലമന്ന മിൻ ഉമ്മത്തി അഖ്വാമാ, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ എനിക്ക് നന്നായി അറിയാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തിഹാമ പർവ്വതം പോലെ അവരുടെ അമലുകൾ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. മഹ്ശറയിലേക്ക് അവർ വരുമ്പോൾ ആ പർവ്വത സമാനമായ പ്രതിഫല കൂമ്പാരം നിമിഷാർദ്ധങ്ങളിൽ ധൂളികളായി പോകുന്നത് നിങ്ങൾ അമ്പരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വഹാബി ചോദിച്ചു, ഞങ്ങൾ അങ്ങനെയാണോ നബിയെ? അവർ ഞങ്ങളാണോ? നിങ്ങളല്ല. ഫഇന്നഹും മിൻ സിൽദത്തിക്കും, നിങ്ങളുടെ പിൻതലമുറക്കാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയെ അവരെ പോലെ ആവാതിരിക്കാൻ, അവരുടെ സ്വകാര്യമായ സ്വഭാവ ദൂഷ്യമൊന്ന് പറയുമോ, ഞങ്ങൾക്ക് അതുപോലെ ആവാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവർ അള്ളാഹുവിലേക്ക് ലയിക്കുന്നവരാ, പക്ഷെ അവരുടെ ഏകാന്തതയിൽ അവർ ഹറാമിലേക്ക് അതിലേറെ ലയിക്കുന്നവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വകാര്യ ജീവിതത്തിൽ മനുഷ്യൻ വൃത്തികെട്ടവനാണ്. അതൊക്കെ കൊണ്ട് തന്നെയാ മലക്കുകളെന്ന് മോശമാണെന്ന് പറഞ്ഞത്. വ്യഭിചാരത്തിന്റെ സാധ്യതകൾ, മനുഷ്യർക്ക് സൗന്ദര്യ പ്രദർശനത്തിൽ ആൺ പെൺ ഭേദമന്യേ അതൊരു കലയായിരിക്കാം. അതൊരു കല. മണവാട്ടിയെ ഒരുക്കാൻ 10,000 രൂപ. എന്താ അതിന്റെ കാര്യം? ഈ ഒരുക്കലൊന്നുമില്ലല്ലോ, ആ ഒരു വസ്തുക്കല്ലുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗത്തിലേക്ക് പോവാൻ അബൂബക്കർ സിദ്ദീഖ് പോകുന്ന പോലെ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന്റെ 8 കവാടവും ഇതിലൂടെ വന്നാൽ എന്ന് മോഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതിയുടെ പിറ്റേ പ്രഭാതത്തിൽ സ്വഹാബി നിബിഡമായ സദസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടവും മോഹിക്കുന്നുണ്ട് ഇതിലൂടെ വരാൻ. അങ്ങനെ ഒരു മഹാനുണ്ട് ഈ ഭൂമിയിൽ, അങ്ങനെ ഒരു മഹാനുണ്ട്. സദഖയുടെ കവാടം പ്രതീക്ഷിക്കുന്നു, നിസ്കാരത്തിന്റെ കവാടം, പരിശുദ്ധ റമദാനിന്റെ നോമ്പെടുത്തവർക്ക് വെച്ചിരിക്കുന്ന റയ്യാൻ എന്ന കവാടം. അങ്ങനെ ഒരു മഹാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ, അടയാളങ്ങൾ പറഞ്ഞപ്പോ നാണിച്ചിട്ട് തല താഴ്ത്തി പുഞ്ചിരിച്ചു അബൂബക്കർ സിദ്ദീഖ്. ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങ് ആ മഹാനാ. റസൂലുള്ളാഹിയുടെ പ്രതീക്ഷ എന്നതിനെ ഹദീസ് വ്യാഖ്യാനത്തിൽ പറയുന്നത് ഉറപ്പുന്ന. സിദ്ദീഖ് അങ്ങ് അതിലൂടെ പോകുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളാരാ? അഫ്ദലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖൻ അബൂബക്കർ സിദ്ദീഖ്. മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥം രേഖപ്പെടുത്തി സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി, അമ്പിയാക്കൾ കഴിഞ്ഞാൽ മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാൻ സ്വർഗപ്രവേശത്തിൽ എങ്ങനെയോ ആ ഒരു അർഹതയിൽ നാടൻ പെണ്ണിന് അവസരമുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആ പെണ്ണ് നമ്മുടെ വീട്ടിലാ. മഹാനായി ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. ഒരു നല്ല സ്വലാത്ത് കേട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ വസാമത്ത് ശഹ്റഹാ വഅഹ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഫൽതദ്ഖുൽ മിൻ അയ്യി ബാബിൽ ജന്നത്തി ശാഅത് സയ്യിദുനാ റസൂലുള്ളാഹി. 4 കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗം, 4000 കാര്യം കൊണ്ട് ആണിന് സ്വർഗം ഉണ്ടെന്ന് എവിടെയും കാണുന്നില്ല. 4 കാര്യം. ഒന്നാമത്തേത് ഇദാ സല്ലത്ത് ഖംസഹാ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അവളുടെ 5 വഖത്ത് നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാൻ. അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തേത് വസാമത്ത് ശഹ്റഹാ, പരിശുദ്ധ റമദാനിന്റെ നോമ്പിനെ കറകളഞ്ഞ് അനുഷ്ഠിക്കാൻ അവൾക്ക് കഴിഞ്ഞാൽ അതും നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ, വളർന്നു വരുന്ന മക്കൾ വളരെ ഫസ്റ്റാണ്. ആദ്യം പറഞ്ഞ ഈ 2 കാര്യം 4 ഉള്ളൂ. 4 മതി പെണ്ണിന് സ്വർഗം. സിദ്ദീഖ് തങ്ങൾ പോകുന്ന പോലെ പോവാൻ 4 ഉള്ളൂ. അതിൽ പറഞ്ഞ ആദ്യത്തെ ഈ 2 കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ട്. മാസത്തിൽ പെണ്ണിന് ശാരീരികമായ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ നിസ്കാരം വേണ്ട, അത് ഖളാ വിട്ടൽ ഹറാമാണെന്ന. നോമ്പ് പിടിക്കണ്ട, 1 കൊല്ലം അവധി കൊടുത്തു. ആ 6 നോമ്പ്, 6 7 നോമ്പ് ഒന്ന് ഖളാ വിട്ടാൻ, അതിനുള്ളിൽ വിട്ടിയാൽ മതി. 4 കാര്യം കൊണ്ട് സ്വർഗത്തിന്റെ ആധികാരിക പ്രവേശമുണ്ടെന്ന് പറഞ്ഞോടത്ത് 2 കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 2 കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മൂന്നാമത് പറഞ്ഞു അഹ്സനത് ഫർജഹാ, അവളുടെ സൗന്ദര്യം സൂക്ഷിച്ചാൽ. ഒരു പെണ്ണിന് ഖൈറായ കാര്യമുണ്ട്, ഞാൻ അതിവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി സയ്യിദുനാ റസൂലുള്ളാഹി. അത് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴുണ്ട് സഹാബികൾ മുഖത്തോട് മുഖം നോക്കി ഒരു ഹദീസിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട്
വളരെ ജിജ്ഞാസഭരിതമായി സദസ്സ് പിരിയൽ വളരെ വിരളാണ്. പെണ്ണിന് ഖൈറായ കാര്യമുണ്ട്, ഞാനതിവിടെ പറയണില്ല. ഓരോരുത്തരും വീട്ടിലേക്ക് ചെന്ന് ചോദിച്ചു, ഫാത്തിമയോട് ചോദിച്ചു, സയ്യിദുനാ അലി, ഒന്നുകൂടി സയ്യിദുനാ അലി. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്യപുരുഷനെ കാണാതെ ജീവിക്കാൻ, അന്യപുരുഷനെ കാണത്തക്ക രീതിയിൽ സൗന്ദര്യ പ്രദർശനം നടത്താതെ ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഖൈറെന്ന് എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചതാ ബീവി ഫാത്തിമ. പിറ്റേ ദിവസം സദസ്സിൽ വന്നുകൊണ്ട് ഓരോ സഹാബികൾ ആൻസർ പറയുമ്പോ അലിയുടെ ആൻസറാണ് ഒന്നാമത്തെ മറുപടി. അത് തന്നെയാണ് ഏറ്റവും ശരിയായ മറുപടി. അപ്പോഴാണ് ആൻസർ പറഞ്ഞു കൊടുത്ത ഫാത്തിമയെ പറ്റി പറഞ്ഞത്, ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ ഖാല റസൂലുള്ളാഹി, എന്റെ കഷ്ണം, ഖിത്അത്തും മിൻ കബ്ദി, എന്റെ കരളിന്റെ കഷ്ണം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. മൂന്നാമത് പെണ്ണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് അവളുടെ സൗന്ദര്യത്തെ സൂക്ഷിക്കലാണ്. നാലാമത് ഭർത്താവിനോടുള്ള വിധേയത്വമാ സയ്യിദുനാ റസൂലുള്ളാഹി. സൗന്ദര്യം തേടിപ്പോകുന്ന ഒരു കാലമാണ്. സൗന്ദര്യം ഇല്ലാത്തോടത്ത് ഏതും സൗന്ദര്യാക്കാം. സൗന്ദര്യം അമിതം ഉണ്ട് എന്നാൽ പെണ്ണിന് കെട്ടാതിരിക്കൽ നല്ലതാ ശർറന്തിന്. വെള്ളം തെളിഞ്ഞത് എന്ന് കണ്ടാൽ പിന്നെ കുളിക്കുന്നതിനധികം ജനം വരും പൊന്നേ. മൗലാന തഴവ പാടിയത് എന്തൊരു ഗൗരവന്നറിയത്. ഇസ്രായേലി സമൂഹത്തില് ഒരു സൗന്ദര്യമോഹിനിയായ പെണ്ണുണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. ഒരു സ്വാലിഹായ മഹാന്റെ ഭാര്യ. ആ പെണ്ണ് ഭർത്താവുമായി നല്ല സ്നേഹത്തിലാ. പെണ്ണിനൊറ്റ ആഗ്രഹമുള്ള നല്ല ഗ്ലാമർ വേണം. ഭർത്താവ് സ്വാലിഹായ മനുഷ്യന് അള്ളാഹു ഒരു ഇൽഹാമ് കൊടുത്തു, സഹോദര, നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന 3 കാര്യങ്ങൾക്ക് അള്ളാഹു വേഗം ഇജാബത്ത് നൽകും. ഈ നിഷ്കളങ്ക നിർമ്മലനായ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ 3 കാര്യം അള്ളാഹിനോട് ചോദിച്ച പെട്ടെന്ന് അള്ളാഹു ഉത്തരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിച്ചു. ഭാര്യ എന്താ പറയാ, ഒരു കാര്യം എനിക്ക് ചോദിച്ചാ മതി, 2 നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് 1 മതി, 2 നിങ്ങൾക്ക് ചോദിച്ചോ. ഓ, നല്ലൊരു പെണ്ണല്ലേ, 3 കൂടി എനിക്ക് വേണമെന്നല്ലല്ലോ അവള് പറഞ്ഞത്. നിനക്ക് വേണ്ടത് എന്താ? എനിക്ക് വേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ളവള് ഞാനാവണം. അത് ചോദിക്ക്. അള്ളാഹുവോട് മഹാൻ ചോദിച്ചു. ചോദിച്ചതിന്റെ പേരിൽ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ يسيرني في سورة ما كانت سورة أحسن منها وأجمل فسأل ربه فأضاء البيت من حسنها وجمالها. അവൾക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്തു. ആ വീട് പ്രകാശത്തിൽ കുളിച്ചു എന്നാ പറയുന്നത്. അത്രയും സൗന്ദര്യം വന്നു. 1ാമത്തെ ചോദ്യം അല്ലാഹുവോട് ഉന്നയിച്ചു. സൗന്ദര്യം കൊടുക്കാൻ സൗന്ദര്യം കൊടുത്തു. ആ വീട് പ്രശോഭിച്ചു. അല്ലാഹുവേ, പെണ്ണിന്റെ മട്ടുമാറി. പിന്നെ അവള് പറയാൻ തുടങ്ങി, എനിക്ക് ഇത് 4 ആളെ കാണിച്ചേ പറ്റി, എന്തിനാ ഇത് മൂടി വെക്കുന്നത്? ഇന്നത്തെ ഫെമിനിസം അന്നേണ്ട് ഇസ്രായേൽ. അങ്ങനെ 4 ആളെ കാണിക്കാൻ അവൾ തീരുമാനിച്ചു, ഷടിച്ചു. പിന്നെ ഭർത്താവ് വിലങ്ങ് വെക്കുന്നോടത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അനുയോജ്യനല്ല. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെക്കാളും സൗന്ദര്യമുണ്ട്. അവള് പുറത്തിറങ്ങിയത് കാമതൃഷ്ണനായ, കാമാതുരനായ, ഭോഗതൃഷ്ണനായ രാജാവിന്റെ പട്ടാളമറിഞ്ഞു. ഒരു സൗന്ദര്യമുള്ള പെണ്ണിനെ ആ രാജാവ് ആ കാലഘട്ടത്തിൽ വെറുതെ വിട്ടിട്ടില്ല. പട്ടാളക്കാര്, ചാരന്മാര് രാജാവിന് വിവരം കൊടുത്തു. രാജാവിന്റെ പട്ടാളക്കാരൊന്ന് ഇവളെ തട്ടിക്കൊണ്ടുപോയി. ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണിനെ തട്ടിക്കൊണ്ട് ഈ ഭർത്താവിന് വല്ലാത്ത വിഷമായി. അള്ളാഹുവോട് 2ാമത്തെ ദുആ, പടച്ചോനെ എന്റെ പെണ്ണിനെ നീ കുരങ്ങായി കോലം മറിക്കണേ. അതും പോയി. അപ്പൊ തന്നെ കൊട്ടാരത്തിലെത്തിയ പെണ്ണിനെ വ്യഭിചരിക്കാൻ അണച്ചുപിടിച്ച രാജാവിന്റെ മുന്നിൽ അവൾക്ക് രൂപമാറ്റം വന്ന് അവൾ കുരങ്ങായി മാറി. 2 ദുആ നഷ്ടപ്പെട്ടു.
ഓടിച്ചു വിട്ടു രാജാവ്. വീടിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്നു കുരങ്ങിന്റെ രൂപത്തിൽ. മൂന്നാമതാ മഹാൻ ദ്വാരന്നു, എന്റെ പെണ്ണ് ആദ്യം ഏത് കോലത്തിലാണോ അങ്ങോട്ട് നീ മടക്കണേ അല്ലാ. അവൾ ആദ്യ രൂപത്തിലേക്ക് കോലം മാറ്റപ്പെട്ടു. അങ്ങനെ മൂന്ന് ദുആയും നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഞാൻ ഒന്നല്ലേ ചോദിച്ചുള്ളൂ എന്ന് പെണ്ണ് പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാര് പറയുന്ന ഫദഹബത്തുൽ ഹവായിജു കുല്ലുഹാ അബതല്ലാഹിയ അഫ്ലഹത് വലാ ഹുവ. പെണ്ണുങ്ങളെ കൊണ്ട് ഭൂമിയിൽ അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയല്ല, അതൊരു സത്യമാണ്. എന്തുകൊണ്ട്? അവർ സ്നേഹം കിട്ടാനും ലാളനകൾ കിട്ടാനും വിധിക്കപ്പെട്ടവരാ, സംരക്ഷണം ഏറെ വേണ്ടവരാ. അവരൊരു പളുങ്കുപോലെ പവിത്രമാ, അവർ വിലപിടിപ്പുള്ളവരാ. അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലെങ്കിൽ പ്രയാസങ്ങൾ അവരാൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകൻ പറഞ്ഞതാ. തകർന്ന് തരിപ്പണമായ മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകൻ പറഞ്ഞതാ. ഡാർക്ക് ഏജിൽ നിന്നുകൊണ്ട് സ്ത്രീ ജീവിതത്തിന് കൈപിടിച്ചുയർത്തിയ പ്രവാചക പുങ്കവര് പറഞ്ഞതാ. മക്കയുടെ വരദാനം പറഞ്ഞതാ. ലോകത്ത് വന്ന മനുഷ്യ സ്നേഹി പറഞ്ഞതാ. അവളെ സംരക്ഷിക്കണമെന്ന്. ഒരു പെണ്ണ് ചീത്തയായാലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫുജൂറൽ മർഅത്തിൽ ഫാജിറ കഫുജൂരി അൽഫി ഫാജിർ. ഒരു പെണ്ണ് വെടക്കായാൽ 1000 ആണ് വെടക്കാകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചീത്ത പെണ്ണ് മതി 1000 ആണിനെ ചീത്തയാക്കാൻ. അത്രയും ഒരു പെണ്ണിന്റെ സ്വാധീനം വലുത്. എന്നാ ഒരു പെണ്ണ് നന്നായാൽ ഒരു സമൂഹം നന്നായി എന്ന് ഖാല റസൂലുള്ളാഹി. ഉത്തരവാദിത്തം അവരിൽ വലുത്. അവരിൽ ഒരു മാസ്മരികമായ തലോടൽ ഉണ്ട്. എത്ര വലിയ മദ്യപാനിയെയും നിലക്ക് നിർത്താൻ അവൾക്ക് കഴിയുന്ന ഒരു മാസ്മരികമായ ഒരു സ്വാന്തനപ്പെടുത്തലും തലോടലും ഉണ്ട്. എത്ര കരയുന്ന കുഞ്ഞിനെയും പാതിരാവിന്റെ നിശബ്ദതയിൽ ആ മാറിന്റെ ചൂടിലേക്കൊന്ന് അമർത്തിപ്പിടിച്ചിട്ട് ഉറക്കച്ചടയിൽ നിന്നുകൊണ്ട് അവൾ പാടുന്ന താരാട്ടിനും ഒരു മാന്ത്രികം ഉണ്ട്. അവൾ വലിയൊരു സംഭവമാണ്. അവളെ ചീത്തയാക്കാനുള്ള സാഹചര്യങ്ങളെ അവളുടെ മുന്നിൽ നിങ്ങൾ വെച്ചു കൊടുക്കരുതെന്നൊരു സന്ദേശം ഇന്നത്തെ കാലഘട്ടം നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലേക്കും എങ്ങിനിന്ന് നോക്കി പറഞ്ഞു തരുന്നൊരു സന്ദേശമാണ്. സാഹചര്യങ്ങളെ പഠിച്ച് കുടുംബത്തിന്റെ ഭദ്രതയെ, ഇസ്ലാമികമായ ചൈതന്യത്തെ നിലനിർത്താൻ ഓരോരുത്തർക്കും ഈ ചുരുങ്ങിയ വാക്കുകൾ പ്രചോദനവും പ്രേരണയും ആവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. പല കുടുംബത്തിനും പനിയും മറ്റു പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഉണ്ട് റബ്ബേ. എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന തന്നിരിക്കുന്നു. നീ മഗ്ഫിറത്ത് നൽകു അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ പള്ളിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ മറ്റു പലരും. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ശരീരത്തിനും മനസ്സിനും സന്തോഷവും സുഖവും നൽകണേ അല്ലാ. ഏറ്റെടുത്ത തൊഴിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി പൂർത്തീകരിച്ച് നൽകാൻ, ഹലാലായ മുറാദ് ഹാസിലാകാൻ എല്ലാ വെള്ളിയാഴ്ചയും ഏൽപ്പിക്കാറുണ്ട്. അല്ലാഹുവേ, നീ ബറക്കത്ത് ഏറ്റിക്കൊടുക്കുക അല്ലാ. അല്ലാഹുവേ, തൊഴിലിലും ജോലിയിലുമെല്ലാം അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, സഹോദരന്റെ തൊഴിലിൽ ബറക്കത്തിന് വേണ്ടി നീ തൗഫീഖ് നൽകണേ അല്ലാ. പള്ളിക്ക് സംഭാവന ചെയ്തത് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, മകളുടെ നടക്കാനിരിക്കുന്ന വിവാഹം നല്ല രീതിയിലാവാൻ അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. എളുപ്പത്തിലാക്കണേ അല്ലാ. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നീ റാഹത്ത് നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന എല്ലാത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. അവസാനം നന്നാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.